Welcome to English Literature Link. So, Module First, Poetry. Wordsworth's Tintern Abbey, or Lines Composed a Few Miles Above Tintern Abbey, which was a poem written by William Wordsworth composed in the year 1798. It's a part of lyrical ballads, and the poem is written in blank verse. Blank verse means unrhymed iambic pentameter. Unrhymed iambic pentameterനെയാണ് blank verse എന്ന് പറയുന്നത്. And it is not divided into title stanzas. But for clarity, we can read the poem, or we can break the poem into some meaningful sessions based on the poem structure. Okay, so let's see. "5 years have passed, 5 summers with the length of 5 long winters." This is how poem starts. That means Wordsworth revisits the banks of River Wye, W-Y-E. Wordsworth River Wyeയുടെ ബാങ്ക്സ് വിസിറ്റ് ചെയ്യുകയാണ് 5 വർഷങ്ങൾക്ക് ശേഷം. 5 ഇയേഴ്സിന് ശേഷമാണ് അദ്ദേഹം വിസിറ്റ് ചെയ്യുന്നത്. സോ അവിടെയുള്ള നാച്ചുറൽ സീനറി നോട്ട് ചെയ്യുന്നു. ക്ലിഫ്സ് ആർ ദെയർ, റിവേഴ്സ് ആർ ദെയർ, ഫാംസ് ആർ ദെയർ, വുഡ്സ് ആർ ദെയർ. These remains vividly in his memory and has been a spiritual soul. ഈ ഓർമ്മകളെ വൈനദിയുടെ തീരത്തുള്ള ഈ നാച്ചുറൽ സീനറി അദ്ദേഹം 5 വർഷം മുമ്പാണ് ഇതിനു മുമ്പ് വിസിറ്റ് ചെയ്തിട്ടുള്ളത് ഈ ഒരു പ്ലേസിന്. ഈ സമയത്ത് ആ നാച്ചുറൽ സീനറിയെ കുറിച്ചുള്ള ഓർമ്മകളായിരുന്നു ആക്ച്വലി ഒരു സ്പിരിച്വൽ സോഴ്സ് ആയിട്ട് ആക്ട് ചെയ്തിരുന്നത്. എന്തിന്? സിറ്റി ലൈഫിൽ ഐസൊലേഷനും സ്ട്രെസ്സും എല്ലാം വരുന്ന സമയത്ത് 5 വർഷം മുമ്പ് വിസിറ്റ് ചെയ്ത റിവർ വൈയുടെ തീരത്തുള്ള ആ ഒരു ഓർമ്മകൾ ആയിരുന്നു എന്നാണ് പറയുന്നത്. സോ ഹി ഹാസ് ഓഫൻ ടേൺ ടു ഹിസ് മെമ്മറി ടു ഫൈൻഡ് പീസ് ആൻഡ് ഇൻസ്പിറേഷൻ. പീസിന് വേണ്ടിയും ഇൻസ്പിറേഷന് വേണ്ടിയും പ്രകൃതിയെക്കുറിച്ചുള്ള ഈ ഓർമ്മകളാണ് 5 വർഷം മുമ്പ് വൈ നദീതീരത്ത് ഇദ്ദേഹം വിസിറ്റ് ചെയ്യുന്നു. അവിടുത്തെ നാച്ചുറൽ സീനറി അദ്ദേഹത്തിൻ്റെ മൈൻഡിലുണ്ട്. ആ നേച്ചറിനെ കുറിച്ച് ഓർക്കുമ്പോൾ തന്നെ പോയറ്റിന് ഒരുപാട് ഒരു സ്പിരിച്വൽ ഹീലിംഗ് കിട്ടുന്നതായിട്ടാണ് പറയുന്നത്. വേർഡ്സ്വർത്ത് ഒരു റൊമാൻറ്റിക് പോയറ്റാണ്. നമുക്കറിയാം റൊമാൻറ്റിക് ഏജിലെ പോയറ്റ്സാണ്. ദീസ് റൊമാൻറ്റിക് പോയറ്റ്സ് വർഷിപ്പ് നേച്ചർ ലൈക്ക് എനിത്തിങ്, റൈറ്റ്? സോ നേച്ചറിൻ്റെ ഹീലിംഗ് പവറിനെ കുറിച്ചാണ് പിന്നീടുള്ള വരികളിൽ അദ്ദേഹം പറയുന്നത്. "These beauteous forms, through a long absence, have not been to me as it a landscape to a blind man's eye." വേർഡ്സ്വർത്ത് പറയുന്നു. സോ ഫിസിക്കലി ടിൻറ്റൻ ആബേ എന്ന ഈ ഒരു സ്ഥലത്തിൽ നിന്ന് ഒരുപാട് ദൂരെയാണ് എങ്കിലും ഈ ലാൻഡ്സ്കേപ്പിനെ കുറിച്ചുള്ള ഓർമ്മകൾ അദ്ദേഹത്തിൻ്റെ മൈൻഡിനെ ലൈവ് ആക്കുന്നു. സോ നേച്ചർ ഹാസ് കംഫർട്ടഡ് ഹിം സ്പിരിച്വലി ആൻഡ് മോറലി എന്നാണ് പറയുന്നത്. ആൻഡ് ദീസ് കംഫർട്ട് ഇൻഫ്ലുവൻസ് ഹിസ് ആക്ഷൻസ് ആൻഡ് ഇമോഷൻസ് ഈവൻ ഡ്യൂറിങ് ദ ഡാർക്കസ്റ്റ് ടൈം എന്ന് പറഞ്ഞാൽ നേച്ചറിൻ്റെ ഹീലിംഗ് പവറിനെ കുറിച്ചാണ് പറയുന്നത്. ടിൻറ്റൻ ആബയെ കുറിച്ചുള്ള ഓർമ്മകൾ തന്നെ ഈ ലാൻഡ്സ്കേപ്പിനെ കുറിച്ചുള്ള മെമ്മറീസ് തന്നെ മൈൻഡിനെ ഒരുപാട് ഹീൽ ചെയ്യുന്നു, എലൈവ് ആക്കുന്നു, റിഫ്രഷ് ചെയ്യുന്നു എന്നാണ് വേർഡ്സ്വർത്ത് പറയുന്നത്. ഇനി നേച്ചറിൻ്റെ ഒരു ഇൻഫ്ലുവൻസിലൂടെയാണ് ഒരു സ്പിരിച്വലായ ഗ്രോത്ത് സാധ്യമാകുന്നത് എന്നാണ് 50 to 111 ഈ ഒരു വരികളിൽ അദ്ദേഹം പറയുന്നത്. I got though changed no doubt from what I was when first I came among the hills, unquote. സോ അദ്ദേഹത്തിൻ്റെ നേച്ചറുമായിട്ടുള്ള റിലേഷൻഷിപ്പിനെ കുറിച്ച് സംസാരിക്കുന്നു. Now, so he reflects on how his relationship with nature has matured. As a boy, he loved nature physically, chasing sights and sounds for excitements. ഒരു നേച്ചറിനെ ബോയ് ആയിരുന്ന സമയത്ത് വിസിറ്റ് ചെയ്ത സമയത്ത് നേച്ചറിലുള്ള ആനിമൽസ്, ബേർഡ്സ് എല്ലാം അവന് എക്സൈറ്റ്മെൻറ്റ് കൊടുത്തിരുന്നു. പക്ഷേ കുറച്ചുകൂടെ മെച്യൂർ ആയ സമയത്ത് 5 ഇയേഴ്സിന് മുൻപാണ് പറയുന്നത്. 5 ഇയേഴ്സിന് ശേഷം വീണ്ടും ഇവിടെ വിസിറ്റ് ചെയ്യുമ്പോൾ ആ ബോയ് ഗ്രോണപ്പ് ആയ ഒരു അഡൽട്ട് ആയിട്ടുണ്ട്. സോ ഗ്രോണപ്പ് അഡൽട്ട് ഇതുകൊണ്ട് തന്നെ ഇപ്പോൾ നേച്ചറുമായിട്ടുള്ള ആ കണക്ഷൻ കുറച്ചുകൂടി ഡീപ്പായ സ്പിരിച്വൽ കണക്ഷൻ ആയിട്ടാണ് വേർഡ്സ്വർത്തിന് അനുഭവപ്പെടുന്നത്. സോ ഹിയർ ഹി എക്സ്പീരിയൻസസ് നേച്ചർ ആസ് എ ടീച്ചർ, ഗൈഡ് ആൻഡ് സോഴ്സ് ഓഫ് ജോയ്. നേച്ചറിനെ ഒരു ടീച്ചറായിട്ടോ അല്ലെങ്കിൽ ഗൈഡായിട്ടോ കോൺസ്റ്റൻറ്റ് സോഴ്സ് ഓഫ് ജോയ് ആയോ ഫീൽ ചെയ്യുന്നു. ബോയ് ആയിരുന്ന സമയത്ത് അദ്ദേഹം വിസിറ്റ് ചെയ്തിരുന്നപ്പോൾ ഹി യൂസ്ഡ് ടു ചേസ് ആനിമൽസ് ഇൻ നേച്ചർ. ഹി യൂസ്ഡ് ടു ഗെറ്റ് എക്സൈറ്റഡ് വിത്ത് ദ സൈറ്റ്സ് ആൻഡ് സൗണ്ട്സ് ഓഫ് നേച്ചർ. നമുക്കറിയാം കുട്ടികൾ എങ്ങനെയാണ് പ്രകൃതിയിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ബിഹേവ് ചെയ്യുന്നതെന്ന്. പക്ഷേ കുറച്ചുകൂടെ ഗ്രോണപ്പ് ആയ സമയത്ത്, മെച്യൂർ ആയ സമയത്ത് അതിനും അപ്പുറത്തേക്ക് ഒരു ഡീപ്പർ സ്പിരിച്വൽ കണക്ഷൻ നേച്ചറായി ഫീൽ ചെയ്യാൻ ഇദ്ദേഹത്തിന് കഴിയുന്നു. So he describes nature as a powerful moral experience, shaping his thoughts and offering profound peace. So in the later lines, he addresses his sister Dorothy, അദ്ദേഹത്തിൻ്റെ സിസ്റ്ററെ അഡ്രസ്സ് ചെയ്യുന്നു. ഇനി ടുവേഴ്സ്
Later, from lines 112 to 159, he addresses his sister Dorothy. No perchance, I quote, no perchance, if I were not thus thought, should I the more suffer my genial spirits to decay, unquote. So Wordsworth now turns lovingly to his sister Dorothy, who is with him on his visit. So Dorothy അദ്ദേഹത്തിൻ്റെ കൂടെയുണ്ട് ടിൻറ്റൻ ആബി വിസിറ്റ് ചെയ്യുന്ന ടൈമിൽ. അവിടെ വേർഡ്സ്വർത്ത് ഫീൽസ് ഗ്രേറ്റ്ഫുൾ ബിക്കോസ് ഷീ ഷെയർസ് ദ സെയിം ലവ് ഫോർ നേച്ചർ. ഡൊറോത്തിയും ഇതുപോലെ തന്നെ നേച്ചറിനെ സെയിം, ഇദ്ദേഹം വേർഡ്സ്വർത്ത് ഫീൽ ചെയ്യുന്ന സെയിം ആ ഒരു ലവ് തന്നെയാണ് നേച്ചറിനോട്. വേർഡ്സ്വർത്തിന് തോന്നുന്ന അതേ ഒരു സ്പിരിച്വൽ കണക്ഷൻ തന്നെയാണ് ഡൊറോത്തിക്കും ഇവിടെ അനുഭവപ്പെടുന്നത്. ഡൊറോത്തി ഈസ് സിസ്റ്റർ ഓഫ് വേർഡ്സ്വർത്ത്. So he hopes that when he faces sorrow when she faces sorrow in life, the memory of the visit and nature's beauty will give her strength just as it has for him. അദ്ദേഹത്തിന് അർബൻ ലൈഫിൻ്റെ, സിറ്റി ലൈഫിൻ്റെ സ്ട്രെസ്സും ഐസൊലേഷനും എല്ലാം അനുഭവപ്പെടുന്ന സമയത്ത് ഈ ഒരു വിസിറ്റ്, ഈ ഒരു ടിൻറ്റൻ ആബയിലേക്കുള്ള ഒരു വിസിറ്റ് ആ ഒരു ഓർമ്മകൾ, ഇവിടുത്തെ നേച്ചറിനെ കുറിച്ചുള്ള ഓർമ്മകളും എല്ലാം ആണ് ഹീൽ ചെയ്തിരുന്നത്. സോ അതുപോലെ തന്നെ ഡൊറോത്തിക്കും സിസ്റ്ററിനും ഈ കൈൻഡ് ഓഫ്, സിൻസ് ഷീ കുഡ് ഏബിൾ ടു ഫീൽ ഡീപ്പർ കണക്ഷൻ വിത്ത് നേച്ചർ ജസ്റ്റ് ലൈക്ക് ഹിം, വേർഡ്സ്വർത്ത് എക്സ്പെക്ട് ചെയ്യുകയാണ് ഡൊറോത്തിക്കും സിസ്റ്ററിനും ഇതുപോലെ തന്നെ ഒരു സിസ്റ്ററിനെയും ഹീൽ ചെയ്യാൻ ഈ നേച്ചറിനെ കുറിച്ചുള്ള മെമ്മറീസിന്, ഇവിടെ നിന്ന് പോയാലും ഈ സ്ഥലത്തെക്കുറിച്ചുള്ള ഓർമ്മകൾക്ക് സൊലേസ് കൊടുക്കാൻ വേണ്ടി നേച്ചറിൻ്റെ സിസ്റ്ററിൻ്റെ മൈൻഡിനെ ഹീൽ ചെയ്യാൻ വേണ്ടി സഹായിക്കുമെന്ന് വിചാരിക്കുന്നു. സോ ലെറ്റ് സീ ഹൗ ദ പോയം ക്ലോസസ്. So in closing lines, that is from lines 160 to 182. Therefore, I quote, therefore let the moon shine on these in thy solitary walk, unquote. So he blesses her. ഇവിടെ ബ്ലെസ് ചെയ്യുന്നത് ടുവേഴ്സ് ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് ക്ലോസിങ് ബ്ലെസ്സിങ് ആയിട്ടാണ്. ഡൊറോത്തിയെ ബ്ലെസ് ചെയ്യുകയാണ്. ഹി ബ്ലെസ്സസ് ഹർ, വിഷ് ചെയ്യുന്നു. നേച്ചർ വിൽ ഓൾവേസ് ബി ഹർ ഫ്രണ്ട് ആൻഡ് ഗൈഡ് ജസ്റ്റ് ലൈക്ക് ഹിം, റൈറ്റ്? നേച്ചർ എപ്പോഴും അവരുടെ ഫ്രണ്ടും ഗൈഡും ആകട്ടെ എന്ന് ബ്ലെസ് ചെയ്യുന്നു. നമുക്കറിയാം റൊമാൻറ്റിക് പോയറ്റ്സ് പാൻതീയിസ്റ്റുകളാണ്. പാൻതീയിസം മീൻസ് വേർഷിപ്പേഴ്സ് ഓഫ് നേച്ചർ. പാൻതീയിസം മീൻസ് വേർഷിപ്പേഴ്സ് ഓഫ് നേച്ചർ വർഷിപ്പേഴ്സിനെയാണ് പാൻതീയിസം എന്ന് പറയുന്നത്. സോ വേർഡ്സ്വർത്ത് പാൻതീയിസ്റ്റിക് വ്യൂ ആണ്, അതായത് നേച്ചറും ഗോഡും വൺ ആണ് എന്ന ഒരു കോൺസെപ്റ്റാണ്. സോ ടുവേഴ്സ് ദ എൻഡ് ഓഫ് ദ പോയം, വേർഡ്സ്വർത്ത് speaks to his sister and wishes her to feel nature's blessing. So he wants her to know that though things may change and they may be apart in the future, the memory of their shared time in nature will remain a source of spiritual support. സോ ഈ പ്രകൃതിയുടെ ഈ ഒരു ലാപ്പിൽ ഇവർ രണ്ടുപേരും സ്പെൻഡ് ചെയ്ത സമയം, ആ സ്പിരിച്വൽ എക്സ്പീരിയൻസ് ഷെയർ ചെയ്ത സമയം, ഈ ഒരു മൊമെൻറ്റ്സ്, ഈ നേച്ചർ, ഈ ഒരു ടിൻറ്റൻ ആബയിൽ സ്പെൻഡ് ചെയ്ത സമയം, അതിനെക്കുറിച്ചുള്ള ഓർമ്മകൾ ഒരു സ്പിരിച്വൽ സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യുമെന്നാണ് ടുവേഴ്സ് ദ എൻഡ് വേർഡ്സ്വർത്ത് കരുതുന്നത്. സോ തീംസ് എന്ന് പറയുന്നത് നേച്ചേഴ്സ് ഹീലിംഗ് ആൻഡ് മോറൽ ഇൻഫ്ലുവൻസ്, നേച്ചറിൻ്റെ കപ്പാസിറ്റി ടു ഹീൽ ആൻഡ് മോറൽ ഇൻഫ്ലുവൻസ്. ദെൻ എവല്യൂഷൻ ഓഫ് പെർസെപ്ഷൻ ഓവർ ടൈം, ദാറ്റ് ഈസ് ഫ്രം യൂത്ത്ഫുൾ എക്സൈറ്റ്മെൻറ്റ് ടു സ്പിരിച്വൽ ഇൻസൈറ്റ്. ബോയ് ആയിരുന്ന സമയത്ത് വിസിറ്റ് ചെയ്തിരുന്നപ്പോൾ എങ്ങനെയായിരുന്നു ആ തരത്തിലല്ല, പിന്നീട് മെച്യൂർ ആയ സമയത്ത് നേച്ചറിനോടൊരു ഡീപ്പർ കണക്ഷൻ ഇദ്ദേഹത്തിന് ഫീൽ ചെയ്യുന്നു. സോ മെമ്മറി ആസ് എ സോഴ്സ് ഓഫ് കംഫർട്ട്, നേച്ചറിനെ കുറിച്ചുള്ള മെമ്മറി ഒരു സ്പിരിച്വൽ കംഫർട്ടായിട്ട് ഫീൽ ചെയ്യുന്നു. ബോണ്ട് ബിറ്റ്വീൻ സിബ്ലിങ്സ് ത്രൂ ഷെയർഡ് എക്സ്പീരിയൻസ് ഓഫ് നേച്ചർ. ആൻഡ് നമുക്കറിയാം സിസ്റ്റർ ഡൊറോത്തി ആയിട്ടുള്ള ഒരു ബോണ്ട്, എസ്പെഷ്യലി ഈ നേച്ചറുമായിട്ട് സിമിലർ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുമ്പോൾ ആ ബോണ്ട് ഡീപ്പൻ ചെയ്യുന്നു. നൗ സ്പിരിച്വൽ ആൻഡ് ഇമോഷണൽ ഗ്രോത്ത്. So these are the important themes to be discussed related to Tintin Abbey. Romantic features in the poem are it emphasizes on emotion and individual experience. There is a great respect or reverence for nature. Imagination and introspection is there. So language, it's simple and its themes are also there. So pantheism means Wordsworth's view എപ്പോഴും pantheistic ആയിരുന്നു, അതായത് നേച്ചറും ഗോഡും വൺ ആണ് എന്നൊരു കോൺസെപ്റ്റ്. സോ ദീസ് ആർ ഓൾസോ പ്രെറ്റി ലോങ് പോയം, പക്ഷേ സിംപ്ലിഫൈ ചെയ്ത് അതിൻ്റെ ജിസ്റ്റ് മാത്രമാണ് ഇവിടെ പറഞ്ഞത്. ഈ വേർഡ്സ്വർത്തിൻ്റെ ടിൻറ്റൻ ആബി ആക്ച്വലി ഇറ്റ്സ് എ പോയം meant to be read and have to read line by line, and these are the important themes discussed or important events discussed in the poem. So let's see Wordsworth's Tintin Abbey, or lines composed a few miles above Tintin Abbey. It's a poem written by Wordsworth in 1798. This poem is in blank verse. Blank verse means unrhymed iambic pentameter lines. Now this poem is now Wordsworth revisits the bank of River Wye, W-Y-E, after 5 years, and he notes how the natural scenery, cliffs, rivers, farms and woods remains vividly etched in his memory and has been a spiritual source during the times of stress or isolation. Now he identifies the nature's healing power
Even though he was physically away from Tintern Abbey, the memory of landscape has been alive in his mind, he says. Then he discusses about growth spiritual growth and nature's influence, where he reflects how his relationship with nature has matured. As a boy, he loved nature, and he but when he became an adult, he feels much more deeper and spiritual connection with nature. He experiences nature as a teacher, guide, and a source of joy. And towards the end, we can see he addresses his sister Dorothy, and Wordsworth turns lovingly to his sister Dorothy, who is with him on his visit. And towards the end, we can see that he wishes her that the nature will always be there for her. Nature's blessings will be always there for her as a friend and a guide. So he wants her to know that though things may change and they may be apart in the future, the memory of their shared time in nature will remain a source of spiritual support. So that's all about Wordsworth's Tintern Abbey. So romantic features in the poem are, it's emphasized on individual experience, emotion, nature, imagination, simplicity in language and themes, and so on. We can discuss about features of romantic poetry in detail in the upcoming classes. So thanks for listening.